ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആട്ടോ. ഞാൻ ധന്യ ടിആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ മീനിന് വേണ്ട ഒരു മസാല നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കാന്താരി മുളക് പറിച്ചെടുക്കാം. നമ്മുടെ മുറ്റത്തുള്ള കാന്താരി മുളകാണ്, അതൊരു 5 ടൺ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടി എടുക്കാം. ഇനി കുറച്ച് പച്ച കുരുമുളക് കൂടി പറിച്ചെടുക്കുക. ഇതും നമ്മുടെ വീട്ടിൽ തന്നെയുള്ളതാണ്. ഞാനിവിടെ ഒരു 2-3 തണ്ട് എടുക്കുന്നുണ്ട്. നന്നായി കഴുകി അതിൻ്റെ കുരുമുളക് മാത്രമായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായി അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മീനിലേക്ക് നമുക്ക് ഈ മസാല പുരട്ടി കൊടുക്കാം. അതിനായിട്ട് ഒരു വാഴയില വെട്ടിയെടുക്കാം. വാഴയില വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ വെച്ച് നമുക്ക് മസാല പുരട്ടി കൊടുക്കാം. മീനിന്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി മസാല പിടിക്കുന്നതിന് എല്ലായിടത്തും നന്നായി പുരട്ടി കൊടുക്കാം. നിങ്ങൾക്ക് പച്ചക്കുരുമുളകും കാന്താരിയും ഒക്കെ കിട്ടുമെങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ആണ് ഇതിന്. ഇനി ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം വറുത്തെടുക്കാം. ഞാനിവിടെ പുറത്ത് അടുപ്പ് കൂട്ടി അവിടെയാണ് വറുക്കുന്നത്. ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിൽ ഒരു വാഴയില വെച്ച് കൊടുക്കാം. വാഴയില ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വറുക്കാനായിട്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 മീനാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ഇതിലേക്ക് കൊള്ളില്ലാത്തത് കൊണ്ടാണ് 2 എണ്ണമായിട്ട്. ഇത് വറുത്തതിന് ശേഷം മറ്റേ മീനും കൂടി വറുത്തെടുക്കാം. മീനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വാഴയിലയുടെയും കറിവേപ്പിലയുടെയും എല്ലാം മണം കൂടി വരുമ്പോൾ മീനിന് നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ ഒരു വശം ഏതാണ്ട് വറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാം. കിളിമീൻ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അടുക്കി പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വാഴയില വെച്ചതുകൊണ്ട് അടുക്കി പിടിക്കില്ല. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായി വറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അതിൽ നിന്ന് എടുത്ത് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണിത്. വളരെ വ്യത്യസ്തവുമാണ്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.